എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് കരുതി വരുന്നവനെ എന്ത് കഴിക്കുമെന്ന് കുഴപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിന്റെ പേര് അടൂർ ബൈപ്പാസ് എന്നായിരിക്കും. നാടൻ തട്ടുകടകൾ മുതൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന റെസ്റ്റോറന്റുകൾ വരെയുള്ള കേരളത്തിലെ തന്നെ ഏക ബൈപ്പാസ്. അപ്പോൾ തുടങ്ങാം. നെല്ലിമൂട്ടിപ്പടിയിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറുമ്പോൾ തന്നെ വലത് സൈഡിൽ ഇന്ത്യൻ ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായ ചിക്കിങ്സ്, തുടർന്ന് മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന് പേരുകേട്ട അജിഫാൻ, ശേഷം ബൈപ്പാസിലെ തന്നെ ആദ്യകാല റെസ്റ്റോറന്റുകളൊന്നായ ഫിൽഫില്ലും, തൊട്ടടുത്തായി ഡയാനയും. ഇനി ഇതിനിടയിൽ ചേട്ടന്മാർക്ക് ദാഹമകറ്റാൻ ഒരു കേരള സർക്കാർ സ്ഥാപനം, നമ്മുടെ സ്വന്തം വെബ്കോ കോർപ്പറേഷൻ. ശേഷം മുന്നിലേക്ക് വരുമ്പോൾ ബൈപ്പാസിലെ ആദ്യ തട്ടുകട, ബൈപ്പാസ് റൈഡർ തട്ടുകട. ഒട്ടും ഗ്യാപ്പില്ലാതെ തൊട്ടടുത്തായി ജ്യൂസുകൾക്ക് വേണ്ടി ഗാർഡൻ ഫ്രഷ് ഫ്രൂട്ട്സ്, ഹൈവേ കിച്ചൺ വിത്ത് മലബാർ സ്നാക്സുകൾ കിട്ടുന്ന ചായക്കടയും. 20 മീറ്ററിനപ്പുറം സിനിമാ നിർമ്മാതാവും ബിസിനസ്മാനുമായ സന്തോഷ് ടി കുരുവിളുടെ ബിഗ് മൗത്ത് റെസ്റ്റോറന്റ്. തുടർന്ന് വ്യത്യസ്ത തരം ഷവർമകളുമായി സ്പിന്നേഴ്സ് ഹൈജീനിക് ഷവർമ. കന്നാസും കടലാസും പോലെ അജിഫാന് ശേഷം അൽത്തമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്. അടൂർക്കരെ വെറൈറ്റി ചായകൾ കുടിക്കാൻ പഠിപ്പിച്ച ബൂസ്റ്റർ ചായ. കൂടെ ഒരമ്മയുടെ മക്കൾ പോലെ ബൂസ്റ്റർ ഷേക്സും, ഷവർമകൾക്കായി ഷവർമാനിയും. വീണ്ടും മുന്നിലേക്ക് നടന്നാൽ എന്തും കിട്ടുന്ന ഉപ്പും മുളകും തട്ടുകട. തൊട്ടടുത്തായി ഉടൻ തുറക്കുന്ന കള്ളുഷാപ്പ്. ശേഷം മജുബൂസ് തട്ടുകട, പഴയകാല ഹോട്ടൽ ഓലപ്പന്തൽ, ഈയിടെ പ്രവർത്തനം ആരംഭിച്ച ഫുഡ് ട്രക്ക്, ഇംഗ്ലീഷ് പേരിൽ ഒരു നാടൻ തട്ടുകട ദ ടീ കോർട്ട്. അടുത്തത് ബൈപ്പാസിലെ ഒരേ ഒരു ബേക്കറി കീർത്തി കേക്സ് ആൻഡ് ബേക്സ്. വെറൈറ്റി ഷേക്കുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഫ്രോസൺ ബോട്ടിൽ. നേരെ ഓപ്പോസിറ്റ് ഗോഗ്രിൽ. അടുത്തത് എന്റെ സ്വന്തം പേരിൽ മറ്റാരോ നടത്തുന്ന സാദിഖിന്റെ തട്ടുകട. ചെറിയ ഗ്യാപ്പിൽ കാന്താരി നൈറ്റ് ഫുഡ് ഹബ്, നാടൻ തട്ടുകട. അറബിക് വിഭവങ്ങൾ ഒരുക്കി പുത്തൻ റെസ്റ്റോറന്റ് അൽ റാസി. മൊജിറ്റോസുകൾക്കും ചായകൾക്കുമായി മറ്റൊരു റെസ്റ്റോറന്റ്. കോവിഡ് കാലത്തെ ചിന്തയിൽ പിറന്ന പറക്കൻസ് ഫ്രൈഡ് ചിക്കൻ. കുഴിമന്തികൾക്ക് മാത്രമായി ബൈപ്പാസിൽ വന്ന തബാൻ യമനി മന്തി. ശേഷം വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസിലേക്ക് ജനങ്ങളെ ആകർഷിച്ച ആദ്യ കട, അടൂരിന്റെ സ്വന്തം അമ്മച്ചിക്കട. തൊട്ടടുത്തായി റെഡ് മെഡോ റെസ്റ്റോറന്റ്. ചൈനീസ് വിഭവങ്ങളുമായി പെപ്പിനോ. പകൽ മാത്രം തുറക്കുന്ന പേരില്ലാത്തൊരു ചായക്കട. അറ്റ് ലാസ്റ്റ് ഇന്റർനാഷണൽ റെസ്റ്റോറന്റ് KFC. അങ്ങനെ പുതിയ റെസ്റ്റോറന്റുകൾക്കായുള്ള വെയിറ്റിംഗിൽ ബൈപ്പാസിലെ റെസ്റ്റോറന്റുകൾ ഇവിടെ അവസാനിക്കുന്നു. ബൈ.